കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടികൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലുപോലെ എരിയും സൂര്യൻ. മുഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ നേതാവുമായിട്ടുള്ള മുജീബ് കമ്പാറിന്റെ നേതൃത്വത്തിൽ പുരാവസ്തുവിന്റെ അധീനതയിലുള്ള ആരിക്കാടി കോട്ടയിൽ കയറി നിധി ഉണ്ടെന്ന് പറഞ്ഞ് ധനം അപഹരിക്കാൻ ശ്രമിക്കുന്നതിനിടെ നാടിനെ ആകെ സേവിക്കാനും ഉള്ള ഒരു ജനനേതാവ് കേവലം കള്ളന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പൊതുസ്വത്ത് ആകെ കൊള്ളയടിക്കാൻ വിപുലമായ വിഷയമാണ്. നമുക്കെല്ലാം ലജ്ജ പോകുന്നു. മുഗ്രാൽപുത്തൂർ എന്ന ഈ ഗ്രാമത്തിനകത്ത്, ഈ മനോഹരമായ ഗ്രാമത്തിനകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇത്തരം കള്ളനാണയങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയിലേക്ക് വരുന്നത് എന്നത് പറയുന്നത് ഏറ്റവും വലിയ ലജ്ജാകരമായ കാര്യമാണ്. ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കക്കാൻ കയറുക എന്നത് വളരെ ലജ്ജാകരമായ കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഒരു ഉളുപ്പുമില്ലാതെ അയാൾ ആ സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട്. ഈ സ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് മുഗ്രാൽപുത്തൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ളത്. ഈ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് LDF മുഗ്രാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് കയറിയപ്പോൾ നാട്ടുകാർ പിടികൂടുകയും പോലീസ് ഏൽപ്പിക്കുകയും ചെയ്തതിനെതിരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള LDFിൻ്റെ മാർച്ച് ഉദ്ഘാടനം ചെയ്തതിനായി INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കർപ്പൂരത്തെ ക്ഷണിച്ചുകൊണ്ട് ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിന് ആപത്ത് എന്നുള്ളത് നമുക്കറിയാം, അപമാനമാണത് എന്ന് നമുക്കറിയാം. പക്ഷെ UDFനെ സംബന്ധിച്ചിടത്തോളം തറവാട് സ്വത്തല്ല, അത് ഗവൺമെന്റിന്റെ സ്വത്താണ്. ആരിക്കാടി കോട്ടയിലേക്ക് കടന്നു ചെന്ന് അവിടെ മുജീബ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നിധി കുഴിച്ചെടുക്കാനാണ് പോയത്. അവിടെ നിധി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ്. അവിടെ നിധി ഉണ്ട് എന്ന് കണ്ട് അവിടെ ആ നിധി
കവർന്നെടുക്കാൻ വേണ്ടി പോകുമ്പോൾ കൊള്ളയടിക്കാൻ പോയി എന്നാണ് അതിന്റെ പച്ച മലയാളത്തിൽ പറയുന്ന അർത്ഥം. സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന്റെ സ്വത്താണ്, ഗവൺമെന്റിന്റെ ധനമാണ്. അങ്ങനെ അവിടെ നിധി ഉണ്ടെങ്കിൽ അത് ഗവൺമെന്റിൻ്റെതാണ്. അത് കവർന്നെടുക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള കൊള്ളസംഘം ഈ കോട്ടയിനകത്ത് കയറി അത് കവർന്നെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് വെച്ചുറപ്പിക്കാൻ ഒരിക്കലും UDF തയ്യാറാവാൻ പാടില്ല. അത് അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ചൊഴിയണം. അദ്ദേഹം സ്വയം രാജിവെച്ചൊഴിയുന്നില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ തയ്യാറാകണം UDF. അദ്ദേഹത്തെ അദ്ദേഹത്തിന് വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് LDFന്റെ ഇന്നത്തെ ഈ മാർച്ച് നടത്തുന്നത്. മുജീബ് കമ്പാർ ഒരു നിമിഷം പോലും വൈസ് പ്രസിഡന്റായി തുടരാനുള്ള അവകാശമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹം രാജിവെച്ചൊഴിയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് LDFന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഈ മുഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലേക്ക് മാർച്ച്. അവർക്കും അറിയുന്ന സംഭവമാണ്. അഴിമതിക്ക് പേരുകേട്ട പഞ്ചായത്താണ് ഇവിടുത്തെ മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗും UDFുമാണ്. ആ മുസ്ലിം ലീഗ് ഭരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അഴിമതിയും വിജിലൻസുമായി ഈ പഞ്ചായത്ത് നിറയുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജീർണതയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന് ഏത് വിഷയം എടുത്തു നോക്കുകയാണെങ്കിലും അഴിമതിയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുജീബ് കമ്പാറാണ് ഈ അഴിമതിക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ മുജീബ് കമ്പാർ ഇപ്പൊ പഞ്ചായത്തിൽ അഴിമതിയൊക്കെ കഴിഞ്ഞു. അവിടെ നിധിയുണ്ടെന്ന് പറഞ്ഞ് ആ നിധി കുടിച്ചെടുക്കാൻ വേണ്ടി പോയിട്ടുള്ളത് ഇത് വലിയ വിഷയമാണ്. ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ കേരള രാഷ്ട്രീയത്തിനാവില്ല. ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ പ്രാദേശികവാദികൾക്കാകില്ല. മുസ്ലിം ലീഗിന്റെ അടക്കം പ്രവർത്തകന്മാർ ഞങ്ങളോട് വിളിച്ചു ചോദിക്കുന്നു, ഞങ്ങളുടെ സമരം ശക്തിപ്പെടുത്തണം. ഇന്നിവിടെ LDF മാത്രമല്ല മറ്റു കക്ഷികളെല്ലാം തന്നെ സമരത്തിന്റെ പാതയിലാണ്. ജനങ്ങൾ ആകെ പ്രതിഷേധത്തിലാണ്. ഒരു നിമിഷം പോലും അദ്ദേഹം നീട്ടിവെക്കാതെ എത്രയും പെട്ടെന്ന് രാജിവെക്കണം എന്നാണ് LDFനെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അദ്ദേഹം രാജിവെക്കുന്നത് വരെ ജനങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ സമരത്തിന്റെ പാതയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് ജനങ്ങളെ ചേർത്ത് പിടിച്ചുമായിട്ട് LDF മുന്നോട്ട് പോകും. അതിന്റെ മുന്നോടിയാണ് ഈ മാർച്ച് എന്ന് ഇവിടെ സൂചിപ്പിക്കാൻ ഈ സന്ദർഭം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ജയ് LDF. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ ഒരാൾ ഒരു നിധിയുണ്ട് എന്ന് പറഞ്ഞ് ആഴിക്കാടിയിലെ ഒരു കോട്ടക്കകത്ത് പോവുകയും ആ പോയ സന്ദർഭത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നാട്ടുകാർ കള്ളന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് പിടികൂടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ അകത്തുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ ആ വാർഡിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ആ വാർഡിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രീതിയിൽ നടക്കാനും നല്ല രീതിയിൽ സംസാരിക്കാനും നല്ല രീതിയിൽ പെരുമാറാനും നല്ല സ്വഭാവത്തോടു കൂടി നല്ല ഒരു ഈ നാടിൻ്റെയും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ ഒരുപോലെ കാണുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിന്റെ ആകെ തന്നെ നാടിന്റെ വികസനത്തിനും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ ആകെയുള്ള ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഞാനൊരു കള്ളനല്ലെന്നും ഞാൻ വളരെ സത്യസന്ധനായ ആളാണെന്നും മറ്റെല്ലാം രീതിയിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു വ്യക്തിത്വമുള്ള ആളായിരിക്കണം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്. നമുക്കറിയാം, ലീഗ് കാലങ്ങളായിട്ട് ഈ മുഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് ഭരിക്കുന്നുണ്ട്. നമ്മുടെ കേരള വികസനമാണ് കേരളത്തിലാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചന്ദ്രഗിരി പുഴ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ലീഗ് ഭരിക്കുന്ന പഞ്ചായത്തിന്റെ അകത്ത് അത് എങ്ങനെയാണ് ഭരിക്കുന്നത് എന്ന് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ ഈ കണ്ടത്. കാരണം നമുക്കറിയാം, ഇവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം തന്നെ ഈ പഞ്ചായത്ത് ഭരണവും പഞ്ചായത്ത് മെമ്പറും രാഷ്ട്രീയ സ്ഥാനങ്ങളെല്ലാം തന്നെ അഴിമതി നടത്തി സ്വന്തം ഉദരം വീർപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. ഒരു നാട്ടുകാരുടെയും ഒരു ജനങ്ങളുടെയും ഒരു നാടിന്റെയും ഒരു താല്പര്യം സംരക്ഷിക്കാൻ ഇവർ ഒരിക്കലും മുമ്പോട്ട് നിൽക്കില്ല. ആ താല്പര്യം സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ് പുറത്ത് കാണിക്കുമെങ്കിലും എനിക്കെന്ത് കിട്ടും, എനിക്ക് എങ്ങനെയായിരുന്നു കക്കാൻ വേണ്ടി പറ്റൂ എന്ന് വിചാരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് വർഷങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഈ ലീഗാണ് ഭരിക്കുന്നത്. ആ ലീഗിന്റെ നേതാക്കന്മാർ ഇതിന് മുമ്പുള്ള ആൾക്കാർ ആയാലും പിന്നെ വന്ന ആൾക്കാരായാലും മുമ്പുള്ള ആൾക്കാർ അന്നെങ്കിലും പറയണമായിരുന്നു, ഈ കാട്ടുകള്ളനെ നമ്മുടെ പൊതുസ്വത്ത് കൊള്ളയടിക്കാൻ പോയ ആളെ കൂട്ടി പോയ ഒരു നേതാവിനെ ഓൺ ദി സ്പോട്ടിൽ അതേ സന്ദർഭത്തിൽ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക എന്ന് പറയണമായിരുന്നു. പക്ഷേ ഇവർ കള്ളത്തരത്തിന് കൂട്ടുവെക്കുന്നവരാണ്. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ഈ രാജ്യത്തിലെയും ഈ നാടിന്റെയും നാടിന്റെ വികസനത്തിനും അതുപോലെ തന്നെ നാട്ടുകാരുടെ പണവും കൊള്ളയടിക്കുക എന്ന് പറയുന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ.
ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ലീഗ്, ആ ലീഗിന്റെ ഒരു നേതാവ് നമുക്ക് പറയുമ്പോൾ എല്ലാം പറയും, എല്ലായിടത്തും വലിയ മാന്യനെ പോലെ പോയി നിൽക്കും. നമ്മുടെ നാടിന്റെ ആകെ തന്നെ സമ്പത്താണ് നിധിയായാലും ഈ നാടിന്റെ അകത്തുണ്ടാകുന്ന ഏത് വസ്തുവായാലും അതെല്ലാം തന്നെ പൊതുസ്വത്താണ്, പൊതുജനങ്ങളുടെ സ്വത്താണ്. ആ പൊതുസ്വത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനാണ്. അങ്ങനെ എനിക്ക് ഒരു നിധിയുണ്ട് എന്നൊരു സൂചന കിട്ടിയാൽ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഈ നാടിന്റെ അകത്ത് സംഭവിക്കുന്നുവെന്ന് ഒരു സൂചന കിട്ടിയാൽ, ഈ പഞ്ചായത്ത് മെമ്പർ ഈ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മെമ്പറാണ്. പ്രതിജ്ഞ ചെയ്ത് ഇന്ത്യൻ ഭരണഘടന തൊട്ട് പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഈ പഞ്ചായത്തിന്റെ അകത്തേക്ക് മെമ്പറായും വൈസ് പ്രസിഡന്റായും വന്നിട്ടുള്ളത്. ആ മനുഷ്യനാണ് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ പോയത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇവരുടെല്ലാം തന്നെ സ്വഭാവം കൊള്ളയടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ്. എങ്ങനെയാണ് ഇവരെല്ലാം തന്നെ ഈ പഞ്ചായത്തിന്റെ അകത്ത് കയറ്റുന്നത്? ഈ പഞ്ചായത്തിന്റെ അകത്ത് ഇവരെല്ലാം തന്നെ നിരന്തരമായി കയറ്റിയാൽ ഈ പഞ്ചായത്തിന്റെ അടിത്തറന്നെ വിളകി മറച്ചു വെക്കാൻ കൂട്ടു നിൽക്കുന്ന ഒരു കൂട്ടമാണ് ഇവർ എന്നതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം ഒരു ഇതൊരു പച്ചക്കുള്ള ഒരു കൊള്ളയാണ്. ആ കൊള്ള നടത്താൻ വേണ്ടിയാണ് പോയത്. അവരുടെ മനസ്സെന്താണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായാലും അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും കാലം പഞ്ചായത്ത് ഭരിച്ചു. ഇതിനു മുമ്പ് അയാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നില്ല. വൈസ് പ്രസിഡന്റ് ആകുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കുന്ന ഒരു മനുഷ്യൻ. നമുക്കറിയാം, ഈ ലീഗും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തൊരു പഞ്ചായത്തിന്റെ BJP ഭരിക്കുന്ന മധൂർ പഞ്ചായത്ത്, അതിന്റെ അകത്തും ഇതുപോലെ തന്നെയാണ്. ആ പഞ്ചായത്തിന്റെ അകത്തുള്ള ഫണ്ടുകൾ എങ്ങനെ കൊള്ളയടിക്കാൻ വേണ്ടി പറ്റും, അതാണ് രാവിലെ വന്നിട്ട് ആസൂത്രണം ചെയ്തത്. വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോഴും ആസൂത്രണം ചെയ്തത് ഈ പഞ്ചായത്തിന്റെ അകത്തുള്ള ഫണ്ടുകൾ എങ്ങനെ കൊള്ളയടിക്കാം. ഒരു വികസനവും അവർക്ക് വേണ്ട. നാടാകെ വികസിക്കുന്നുണ്ട്, കേരളമാകെ മാറുന്നുണ്ട്. കേരളത്തിന്റെ അകത്ത് നമുക്കിത് ചന്ദ്രഗിരി പുഴ കഴിഞ്ഞ് അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ മറ്റു പാർട്ടികളെല്ലാം തന്നെ ഭരിക്കുന്ന പഞ്ചായത്തുകളെല്ലാം തന്നെ നല്ല രീതിയിലുള്ള വികസനമാണ് കാണുന്നത്. പക്ഷേ റോഡിന്റെ കാര്യത്തിലായാലും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടായാലും എല്ലാത്തിലും നല്ല രീതിയിലുള്ള വികസനങ്ങളും മുമ്പോട്ട് വെപ്പിക്കാനുള്ള സമ്മർദ്ദം പ്രസിഡന്റും ലീഗിന്റെ ഭരണസമിതിയും നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സമരത്ത് ഞങ്ങൾ ഇതൊരു സൂചന മാത്രമാണ്. സമരം അതുകൊണ്ട് തന്നെ കൂടുതലും കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, നമ്മുടെയൊക്കെ പ്രിയ സുഹൃത്തായിരുന്നു ഒരു കാലത്ത് ഈ മുജീബ് കമ്പാർ. ആ മുജീബ് കമ്പാർ ഒരു സമയത്തൊക്കെ ഈ നാടിൻ്റെ എല്ലാം ഞാൻ തന്നെയാണ് എന്ന് സ്വയം അഭിനയിച്ച് നടന്ന ഒരു മാന്യനായിരുന്നു എന്നതാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മാന്യത എന്ന് പറഞ്ഞാൽ കപടമാന്യത. നമ്മുടെ ഭരണഘടന, നമ്മുടെ നിലവിലെ നിയമ സംഹിത, ഇതൊക്കെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തി അവിടെ പറയുന്നു, എന്നിൽ കഴിയുന്ന രൂപത്തിൽ നീതിപൂർവമായിട്ട് സത്യസന്ധമായിട്ട് എൻ്റെ നാടിനെ, എൻ്റെ ജനങ്ങളെ, എൻ്റെ ഈ പ്രദേശത്തെ ഞാൻ ആത്മാർത്ഥമായിട്ട് സേവിക്കും, സഹായിക്കും എന്നതാണ് ആ പ്രതിജ്ഞ കൊണ്ട് നമ്മുടെ നാട് ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. എന്താണ് മുജീബ് കമ്പാർ ചെയ്തത്? മുജീബ് കമ്പാറിനെ പോലെയുള്ള ഒരു ഉയർന്ന സ്ഥാനം ഒരു പ്രാദേശിക പഞ്ചായത്ത് ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ജനങ്ങൾ കൈയഴിഞ്ഞ് സഹായിക്കുന്ന, ഏൽപ്പിക്കുന്ന ഒരു ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആ വ്യക്തി എന്താണ് ചെയ്തത്? പരസ്യമായിട്ട് പട്ടാപ്പകൽ ധനം സമ്പാദിക്കാൻ വേണ്ടി, പണമുണ്ടാക്കാൻ വേണ്ടി, തൻ്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പട്ടാപ്പകൽ പിക്കാസും പാരക്കമ്പിയുമായിട്ട് ഒരു പൊതുസ്ഥലത്ത്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിലുള്ള മേഖലയാണ്. ആ മേഖലയിൽ പോയിട്ട് കിണർ കുഴിക്കുക, അവിടെ സ്വർണമുണ്ട്, ധനമുണ്ട്, ആഭരണങ്ങളുണ്ട്, അത് എനിക്കും എൻ്റെ കൂട്ടാളികൾക്കും വേണ്ടി കൈയടക്കണം, കൊള്ളയടിക്കണം എന്ന് പറയുന്ന
ഒരു മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മളൊക്കെ ഇന്നലെ വരെ സ്നേഹിക്കും ബഹുമാനം ചെയ്ത വൈസ് പ്രസിഡന്റ് ആണ് എന്നതിനുള്ള തെളിവാണ്. പരസ്യമായിട്ട് നാട്ടുകാർ പിടിക്കുന്നു, പരസ്യമായിട്ട് പോലീസ് പിടിക്കുന്നു, കേസെടുക്കുന്നു. നമുക്കൊന്ന് രണ്ട് കാര്യം പറയും. എന്താ ഇതിനകത്ത് നിലപാടെന്താ? നിങ്ങളൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ, നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ തൊട്ടതിനും ഇതിനൊക്കെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം മുസ്ലിം ലീഗ്. ഇവിടെ ഞങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ ആധിപത്യമാണ് മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം. ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ പറഞ്ഞ് നടപ്പിലാക്കും എന്ന അഹങ്കാരം പറഞ്ഞ് നടക്കുന്ന മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വത്തോട് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. മൊഗ്രാൽപുത്തൂർ DYFI അല്ല LDF നേതൃത്വം ചോദിക്കുന്നു, എന്താ ഇക്കാര്യത്തിൽ നിങ്ങളുടെ നിലപാട്? മുജീബ് കമ്പാർ ചെയ്ത് ശരിയാണോ? ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറ, ശരിയല്ലെങ്കിൽ ശരിയല്ല, അവർ രാജിവെക്കണമെന്ന് പറ. മുസ്ലിം ലീഗ് നേതൃത്വം ഇവിടെ BJP ഉണ്ട്. BJP നിലപാടെന്ത് ഇക്കാര്യത്തിൽ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. 2-3 ദിവസം 4 ദിവസമായില്ലേ സംഭവം നടന്നിട്ട്? ഒരു പ്രതികരണവുമില്ലല്ലോ. ആടിൻ തോലണിഞ്ഞ ചെന്നായിയെ പോലെ മാന്യതയുടെ മുഖമൂടി അണിഞ്ഞ നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഈ പഞ്ചായത്തിനെ സംരക്ഷിക്കേണ്ട വൈസ് പ്രസിഡന്റ്, ഈ പഞ്ചായത്തിൻ്റെ ജനങ്ങളെ അധികാരികളിൽ ശ്രദ്ധിക്കേണ്ട വൈസ് പ്രസിഡന്റ്, ഈ പഞ്ചായത്തിൻ്റെ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന പഞ്ചായത്ത്, ഈ പഞ്ചായത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സംരക്ഷിത മേഖലയിൽ, അത് വളരെ മേഖലയാണ് ആരിക്കാടി കോട്ട, അതുപോലെ ബേക്കലം കോട്ട, അതുപോലെ ഒക്കെ ഒരുപാട് നമ്മുടെ ചരിത്ര സ്മാരകങ്ങളൊക്കെ സംരക്ഷിത മേഖലയാണ്. നമ്മുടെ ആരിക്കാടി കോട്ട കേരള ഗവൺമെൻറ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് സംരക്ഷിത മേഖലയാണ്. ഒരു സംരക്ഷിത മേഖലകളിൽ അതിക്രമിച്ച് കയറിയാൽ തന്നെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ വെറും ശേഷം ജാമ്യം കൊടുത്ത് അദ്ദേഹത്തെ വിട്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ടെന്ന് അറിയാം. എങ്കിലും ഒരു കാര്യം കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. അതിലേക്ക് നയിച്ച കാര്യങ്ങളെ പറ്റിയിട്ടും അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തൊക്കെ പറ്റിയിട്ടൊക്കെ നമ്മുടെ നേതാക്കന്മാർ, ഉദ്ഘാടകനും അതുപോലെ അതിന് പിന്നാലെ പ്രസംഗിച്ച LDFൻ്റെ നേതാക്കന്മാരും ഇവിടെ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, സംരക്ഷിത മേഖലയിൽ കടന്നു ചെന്നാൽ, അതിക്രമിച്ച് കടന്നു ചെന്നാൽ അതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് അദ്ദേഹത്തെ കേവലം ശേഷം ജാമ്യം നൽകി വിടുകയാണ് ചെയ്തത്. അതുമാത്രമല്ല, അതിൻ്റെ പിറ്റേ ദിവസം അവിടെ ഒരു അഗ്നി പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി, പെട്ടെന്ന് തീ പിടിക്കുന്നു. ഇപ്പോൾ പൊതുജനങ്ങളുടെ സംശയം എന്താണെന്ന് അവിടുത്തെ ആരിക്കാടിയിലെ അതുപോലെ തന്നെ കുമ്പള പ്രദേശത്തെ ജനങ്ങളുടെ സംശയം, അവർ തെളിവ് നശിപ്പിക്കാൻ ഇത് കത്തിക്കുകയാണ് ചെയ്തത് എന്നാണ്. അതിനെപ്പറ്റി സാമൂഹികമായ ഒരു അന്വേഷണം ആവശ്യമാണ്. അതിനു വേണ്ടി LDF മുന്നോട്ട് പോകും എന്നാണ് നിങ്ങളെ അറിയിക്കാൻ. ഇത് ലഭിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കുഞ്ഞിനെ പോലും കഴുത്തറുത്ത് ബലി നൽകിയ ഒരു പാരമ്പര്യം നമ്മുടെ രാജ്യത്തുണ്ട്. ആ പാരമ്പര്യമെല്ലാം മറികടന്നുകൊണ്ട്, അതിനെയെല്ലാം എതിർത്തുകൊണ്ട് പുതിയ കാലത്ത് പരിഷ്കൃത സമൂഹത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ പോലും ചെയ്യാൻ പഠിക്കുന്ന, അല്ലെങ്കിൽ ചെയ്യാൻ തയ്യാറാവാത്ത കാര്യമാണ് ശ്രീ മുജീബ് വിധി കണക്കാൻ പോയത് വഴി ഉണ്ടാക്കിയിട്ടുള്ളത്. നാടിന് തന്നെ അപമാനമാണ്. അതുകൊണ്ട് ഈ വൈകിയ സമയത്ത് ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഈ പഞ്ചായത്തിന് മാതൃകയാകേണ്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഈ നാടിനെ ആകെ നയിക്കേണ്ട ഒരു മനുഷ്യൻ, ശാസ്ത്രബോധമില്ലാതെ ഈ പരിഷ്കൃത സമൂഹത്തിനെ നാണപ്പെടുത്തുന്ന രീതിയിൽ, നാണിപ്പിക്കുന്ന രീതിയിൽ ചെയ്ത ഈ പ്രവൃത്തി അങ്ങേയറ്റം അപനീയമാണ്. അതുകൊണ്ട് ശ്രീ മുജീബ് ഈ സമൂഹത്തോട് മാപ്പ് പറയണം, പൊതുസമൂഹത്തോടാകെ, ഈ പഞ്ചായത്തിലെ ജനങ്ങളോടാണ് മാപ്പ് പറയണം. മുജീബിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സ്വയം ധാർമ്മികത ഏറ്റെടുത്തുകൊണ്ട് ഒഴിയണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് ആണ് CPM-ന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഒന്നുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം മുജീബിൻ്റെ രാജിവരെ നിരന്തരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും തയ്യാറാവണം എന്നുകൂടി ഓർമ്മിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. എന്നാലും ഈ മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിനകത്ത്
ഈ കാട്ടുകള്ളനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെയൊരു അഴിമതി നടത്തുന്നത്. നമുക്കറിയാം, കാലങ്ങളായി ഈ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിനകത്ത് ഒരുപാട് അഴിമതികളാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഈ പറയപ്പെടുന്ന വൈസ് പ്രസിഡന്റ് ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് സർക്കാർ എത്തിച്ചു കൊടുത്ത ഓക്സിമീറ്റർ അടിച്ചു മാറ്റുകയും അതിൻ്റെ ഭാഗമായി ഈ നാടിനകത്ത് ഇടതുപക്ഷവും ഡിവൈഎഫ്ഐയും സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് സമവായം എന്ന രീതിയിൽ അത് തിരിച്ച് പഞ്ചായത്തിൽ കൊണ്ടുവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിനകത്ത് 20 ലക്ഷം രൂപ ചെലവിട്ട് തൻ്റെ സ്വന്തം വാർഡിനകത്ത് ബാംബു ജംഗിൾ എന്ന രീതിയിൽ കാട് എന്ന രീതിയിൽ ഒരു പദ്ധതി ഉണ്ടാക്കി 20 ലക്ഷം രൂപ അടിച്ചു മാറ്റുന്ന ഒരവസ്ഥ ഈ നാടിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഈ നാടിനകത്ത് ഏതൊക്കെ സ്ഥാപനങ്ങൾ വരുന്നുണ്ടോ, ഈ നാടിനകത്ത് ഏതൊക്കെ വലിയ വീടുകൾ വരുന്നുണ്ടോ, അതൊക്കെ അനധികൃതമായി അതിന് അനുമതി നൽകിക്കൊണ്ട് ഈ നാടിനകത്ത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരൻ പുതുതായി ഒരു ബിസിനസ് തുടങ്ങിയാൽ, നിങ്ങൾക്കറിയാം ഈ മൊഗ്രാൽ പുത്തൂർക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ആരൊക്കെയാണെന്ന്. ഈ നാടിനകത്ത് ബിസിനസ് തുടങ്ങുന്നവരെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനധികൃതമായി എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ട് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ 4.5 വർഷം കൊണ്ട് ഗൾഫിലടക്കം ഒരുപാട് സമ്പാദ്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ നാടിനകത്ത് പഞ്ചായത്തിനകത്ത് വന്നാൽ ഏത് സമയം നോക്കിയാലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ പഞ്ചായത്തിനകത്ത് ഉണ്ടാവാറില്ല. അന്വേഷിച്ച് നോക്കിയാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഔട്ട് ഓഫ് റേഞ്ചാണ്. അദ്ദേഹം ദുബൈയിലാണ്, അല്ലെങ്കിൽ ആഫ്രിക്കയിലാണ്, അവിടെ ബിസിനസ് ചെയ്യുകയാണ്. എവിടെ നിന്നാണ് ഈ പണം? ഈ നാടിനകത്ത് പാവപ്പെട്ടവൻ ഒരു ബിസിനസ് തുടങ്ങിയാൽ അവനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ നാടിനകത്ത് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിന് അനുമതി കിട്ടണമെങ്കിൽ മുജീബ് കമ്പാർ എന്ന കാട്ടുകള്ളനെ കാണേണ്ട അവസ്ഥയാണ്. അദ്ദേഹത്തിന് സൽക്കരിച്ചാലല്ലാതെ, ഈ മുജീബിന് എങ്ങനെയെങ്കിലും ഉപകാരം കിട്ടിയാലല്ലാതെ ഈ നാടിനകത്ത് ഒരു ബിസിനസ്സും തുടങ്ങാൻ വേണ്ടി പറ്റുകയില്ല. അതിനകത്ത് ഒരുപാട് സ്ഥാപനങ്ങൾ അനധികൃതമായിട്ടാണ് നിലകൊള്ളുന്നുള്ളത്. ആ അനധികൃതമായി നിലകൊള്ളുന്ന സ്ഥാപനങ്ങളൊക്കെയും സംരക്ഷിച്ചു പോകുന്നത് ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. പല വിഷയത്തിലും നമ്മൾ ഇടപെട്ട സമയത്തൊക്കെ ഇവർക്ക് ചുക്കാൻ പിടിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബാണെങ്കിൽ ഇവർക്ക് ഇതൊക്കെ വകവെച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള BJP ആണ്. ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം ഈ പഞ്ചായത്തിനകത്തേക്ക് ഒരു എതിർ ശബ്ദമായി ഇടതുപക്ഷത്തിൻ്റെ സാരഥികൾ വന്നത് മുതൽ അവരുടെ ഈ കള്ളത്തരത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഈ നാടിനകത്ത് കക്കാൻ വേണ്ടി പറ്റുമെന്ന് അവർ നോക്കുമ്പോൾ ഈ നാടിനകത്ത് LDFൻ്റെ സാരഥികൾ പഞ്ചായത്തിനകത്ത് പ്രവേശിച്ചതോടുകൂടി ഇവർക്കിവിടെ നിന്ന് കക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്, ഇവരെ കീശയിലേക്ക് പോകുന്നത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ബുദ്ധിയിൽ വേറൊരു കാര്യം വരുന്നത്. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഈ നാടിനകത്ത് ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ. ബോക്സും കാര്യങ്ങളൊക്കെ കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷെ മുസ്കാൻ കിട്ടിയതിനു ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെക്കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി, അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.
പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ. സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ. City Gold, Gold and Diamonds, Kerala and Karnataka, a glow of purity.